ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പരിചയമുള്ള ഒരാളിനാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. കുഴക്കട്ട. പണ്ട് കാലത്ത് എല്ലാ വീടുകളിലും മിക്കവാറും ഉണ്ടാക്കുന്ന ആണ് കുഴക്കട്ട. പണ്ട് അമ്മിയിലൊക്കെ അരച്ചായിരുന്നു കുഴക്കട്ട ഉണ്ടാക്കുന്നത്. കൂടുതൽ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ആട്ടുകല്ലയിലും വെച്ച് ആട്ടിയെടുക്കുമായിരുന്നു. അതാണിന്ന് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും അറിയാം കുഴക്കട്ട ഉണ്ടാക്കാൻ, എന്നാലും ഞാനിന്ന് ഉണ്ടാക്കാം. ആദ്യം ഈ അരി ഒന്ന് അരച്ചെടുക്കണം. ഇന്നിപ്പോൾ മിക്സിയിലാണ് അരയ്ക്കുന്നത്. നമുക്ക് ആദ്യം ജീരകം, ഞാനിവിടെ കല്ലുപ്പാണ് എടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് തേങ്ങയും കൂടെ ഒന്നിച്ചിട്ട് അരച്ചെടുക്കണം. ഇത് മിക്സിക്കകത്ത് ഞാൻ അരച്ചുകൊണ്ട് വരാം. ഞാൻ അരച്ചെടുത്ത് കൊണ്ടുവരുമ്പോഴത്തേനും വെള്ളം അടപ്പ് വെച്ചിട്ടുണ്ട്. ഇത് ആവിയിലാണ് നമ്മൾ പുഴുങ്ങിയെടുക്കുന്നത്. തട്ടി വെച്ച് അടച്ച് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ജീരകം, ഉപ്പ്, തേങ്ങ, അരി, ഇതിൻ്റെ ചേരുവ. നമുക്ക് കുഴക്കട്ടയ്ക്കകത്ത് വെക്കാനുള്ള തേങ്ങ, ശർക്കര. ഞാനിത് മറയൂർ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് വലിയ അഴുക്കൊന്നുമില്ല, അതുകൊണ്ടാണ് ഇത് എടുത്തിരിക്കുന്നത്. നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ ഒരു മുറി തേങ്ങ, ഒരു ചെറിയ തേങ്ങ ആണ് എടുത്തത്, നാഴി അരി. പിന്നെ മധുരം വേണ്ടാത്തവർക്ക് നമുക്ക് ഇതിനകത്ത് വയ്ക്കുക. അതിനെ പണ്ട് കാലത്തൊക്കെ ഈ വെള്ളത്തിലിട്ട് പുഴുങ്ങുന്ന രീതിയുണ്ട്. നല്ല തിളച്ച വെള്ളത്തിലോട്ട് ഈ തേങ്ങയും ജീരകം, ഉപ്പ്, അരി അരച്ചിട്ട് ഉരുട്ടിയിടും. നല്ല തിളച്ചതിലായിരിക്കണം. അപ്പോൾ അതിനകത്ത് തേങ്ങയും ശർക്കരയും ചേർക്കത്തില്ല. പക്ഷെ അരയ്ക്കുന്ന കൂട്ടത്തിൽ നന്നായിട്ട് ഈ തേങ്ങയും കൂടെ നന്നായിട്ട് തേങ്ങ മിക്സ് ചെയ്യെങ്കിലേ രുചിയുള്ളൂ. ആ വെള്ളം, തിളച്ച വെള്ളം, ആ കുഴക്കട്ട വെന്ത വെള്ളം പണ്ടുള്ള ആൾക്കാരൊക്കെ കുടിക്കുമായിരുന്നു. അന്നൊന്നും കൊളസ്ട്രോളും ഒന്നും ആരും നോക്കാൻ പോകത്തില്ലായിരുന്നല്ലോ. ഷുഗറും കൊളസ്ട്രോളും ഒന്നും. നല്ല അധ്വാനം ഉണ്ടായതുകൊണ്ട് രാവിലെ ഈ ഒരു നല്ല ആരോഗ്യമുള്ള മനുഷ്യരൊക്കെ, നല്ല അധ്വാനിക്കുന്ന ആൾക്കാരൊക്കെ 4-5 കുഴക്കട്ടയൊക്കെ തിന്നിട്ടായിരുന്നു പാടത്തേക്ക് ഇറങ്ങുന്നതും പുരയിടം കിളയ്ക്കാൻ പോകുന്നതും ഒക്കെ. അപ്പം അങ്ങനെ ആകുമ്പോൾ അവർക്കതൊന്നും നോക്കേണ്ട കാര്യമില്ലായിരുന്നു, വ്യായാമം ഉണ്ടായിരുന്നു. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇഡ്ഡലി കൂട്ടത്തിൽ തട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിതിൽ ഓരോന്നുരുട്ടി അതിനകത്ത് മധുരം ഫില്ല് ചെയ്ത് വയ്ക്കാം. ഇത് റോസ് അരി, പുഴുക്കലരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം നല്ല മയം കിട്ടും. നമ്മൾ ചോറ് വയ്ക്കുന്ന അരി. നന്നായിട്ട് ആവി വന്നിട്ട്
കുഴക്കട്ട് കറക്കി വെച്ചിട്ടുണ്ട്. ഒരു 10-നും 15-നും ഇടയ്ക്കുള്ള മിനിറ്റ് മതി. നമ്മുടെ കുഴക്കട്ട റെഡി ആയിട്ടുണ്ട്. 15 മിനിറ്റ് ഇത് വേഗം. അല്ല, വിറകടുപ്പൊക്കെ ആയിരുന്നെങ്കിൽ ഇതും രുചി കിട്ടും. പക്ഷെ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് ഞങ്ങളുടെ. വിറകൊക്കെ കത്തിച്ച് വരുമ്പോഴത്തേന് സമയമെടുക്കും. നമ്മുടെ കുഴക്കട്ട റെഡി ആയിട്ടുണ്ട്. രാവിലത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റാണ്. എനിക്ക് ഈ കുഴക്കട്ട കാണുമ്പോഴേ എനിക്ക് എൻ്റെ ബാല്യകാലത്തേക്കൊക്കെ ഓർമ്മ വരുന്നത്. അപ്പോൾ ഭയങ്കര സന്തോഷം ഇങ്ങനെ പഴയ കാലത്തെ ഈ പലഹാരങ്ങളൊക്കെ കാണുമ്പോൾ. ഇത് സത്യത്തിൽ ഇത് എൻ്റെ ഈ പ്രായത്തിൽ ഇപ്പോൾ 60ഓടൊക്കെ അടുക്കാൻ പോകുന്നു. അപ്പോൾ ഈ പ്രായത്തിലൊക്കെ നമ്മൾ എന്തിനാണ് ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്? അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഇങ്ങനെ സബ്സ്ക്രൈബറൊക്കെ കൂടുന്നതൊക്കെ നല്ലതാണ്, അതിന് ബെനിഫിറ്റ്സൊക്കെ കിട്ടുന്നത്. പക്ഷേ എങ്കിലും ഇതിനകത്ത് മാനസിക സന്തോഷം വലുതാണ്. നമ്മുടെ ഈ പ്രായത്തിലൊക്കെ കുഞ്ഞുങ്ങളൊക്കെ വിദ്യാഭ്യാസം ചെയ്തു, ചിലപ്പോൾ അവരൊക്കെ കല്യാണം കഴിച്ച് പോയി കാണും, പിന്നെ അവരുടെ ജീവിതമായി. അപ്പോൾ നമ്മളിങ്ങനെ ഹസ്ബൻഡും വൈഫും മാത്രമൊക്കെ ഉള്ളൊരു ജീവിതമായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ അപ്പോൾ നാളെ എന്തിടാം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് എന്തെങ്കിലും കാണുമ്പോൾ അതിനെ നമ്മൾ നിരീക്ഷിക്കുന്നു, ഇതൊക്കെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്നൊക്കെയുള്ള ഒരു സന്തോഷം മാത്രമേ ഞാനിത് കണ്ടെത്തുന്നുള്ളൂ. അതുപോലെ എൻ്റെ പ്രായത്തിലുള്ള ആൾക്കാരും ഇത് കാണുന്നവരുമൊക്കെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി, നമുക്കൊരു ഹാപ്പിനെസ്സൊക്കെ ഉണ്ടാവും. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കണം.